കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വചനം എല്ലാ കാലത്തും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും നമ്മളെ തിരുത്തുന്നതും നമ്മളെ വിശുദ്ധിയിൽ നടത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം എത്ര കേട്ടാലും അധികമല്ല, അത് കേൾക്കും തോറും നമ്മൾ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരുക്കമുള്ള മനസ്സോടെ സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഏത് വിധേനയും ഏത് പ്രകാരവും നമ്മളെ നടത്തുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ടല്ലോ. അവനാണ് നമ്മുടെ ഉടമസ്ഥൻ, അവനാണ് നമ്മുടെ യജമാനൻ, അവനാണ് നമ്മുടെ സൃഷ്ടികർത്താവ്, അവനാണ് നമ്മുടെ എല്ലാം. ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ, ദൈവമേ, നീ എന്നോട് സംസാരിക്കണമെന്നും എൻ്റെ ജീവിതത്തെ തിരുത്തണമെന്നും എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ പെരുമാറ്റങ്ങൾക്കൊരു മാറ്റം വേണമെന്നും മനസ്സുകൊണ്ടുള്ളൊരാഗ്രഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലെ 10 കൽപ്പനകളെ അധികരിച്ചുകൊണ്ടാണ്. അതിൽ 8 കൽപ്പനകൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ 9ഉം 10ഉം കൽപ്പനകളെ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 20ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 21ാമത്തെ വാക്യം: കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കാരിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള ഒന്നിനെയും മോഹിക്കരുത്. എത്രയോ ഘനഗംഭീരമായ കൽപ്പന! ഒരു മാനവരാശിയെ മുഴുവനും വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ പോന്നതാണ് ഈ കൽപ്പന. 20ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: കൂട്ടുകാരന് എതിരെ കള്ളസാക്ഷ്യം പറയരുത്. സാക്ഷ്യം പറയുമ്പോൾ കള്ളസാക്ഷ്യമാകരുത്. സ്നേഹിതനെതിരെ കള്ളസാക്ഷ്യം പറയുന്നത് ചതിയാണ്. കർത്താവിനെ ക്രൂശിപ്പാനായി യഹൂദന്മാർ കുറ്റാരോപണങ്ങൾ നടത്തി പിടിച്ച് പീലാത്തോസിന്റെ ആസ്ഥാന മണ്ഡപത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വിസ്തരിക്കുകയാണ്. 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനൊരു കുറ്റവും പീലാത്തോസ് കണ്ടില്ല. എന്നാൽ പീലാത്തോസിന്റെ മുന്നിലുള്ള വിസ്താരവേളയിൽ അവനെക്കുറിച്ച് ജനത്തെ നടുവിൽ നിന്ന് സാക്ഷിമൊഴി കേൾപ്പിച്ചു. അവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു അവകാശപ്പെട്ടു എന്നുള്ളതാണ്. അവൻ രാജ്യദ്രോഹം കുറ്റം ചെയ്തു എന്നുള്ളതാണ്. അതിനു വേണ്ടി സാക്ഷിമൊഴികൾ ഉണ്ടാക്കി. കേരളത്തിന്റെ മണ്ണിൽ കള്ളസാക്ഷ്യങ്ങളുടെ വിളനിലമാണ് എന്ന് പറയാം. സത്യത്തിന് ലഭിക്കുന്ന പ്രചരണത്തെക്കാൾ അസത്യത്തിനാണ് പ്രചരണം കൂടുതൽ. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും അസത്യങ്ങളെയും അർത്ഥസത്യങ്ങളെയും ഊഹാപോഹങ്ങളെയും പ്രചരിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ്. ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തി സമൂഹത്തിൽ ശൂന്യവൽക്കരിച്ച് ജയിലിൽ അടച്ചാൽ ഈ കൂട്ടർക്ക് സമാധാനമായി. സത്യമല്ല പലപ്പോഴും ജയിക്കുന്നത്,
നീതിയാണ് പലപ്പോഴും ജയിക്കുന്നത്. നീതി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? തൈരിൽ നിന്ന് നെയ്യ് രൂപപ്പെടുന്നത് പോലെ വാദപ്രതിവാദങ്ങളിലൂടെ നീതിയും ന്യായവും വെളിപ്പെട്ടു വരികയാണ്. സത്യം പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ ധാരാളം നിരപരാധികൾ ജയിലിൽ കിടക്കുന്ന കാലമാണിപ്പോൾ. കുറെ കഴിയുമ്പോൾ സാക്ഷിമൊഴി മാറ്റി പറയും. ആദ്യം പറഞ്ഞ സാക്ഷ്യം തെറ്റാണെന്ന് വരും. ആ സാക്ഷ്യങ്ങളെ മാറ്റിപ്പറയും. ഏതെങ്കിലും ഒന്നല്ലേ സത്യമാകൂ? അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചു. മരിക്കുന്നത് എപ്പോഴും സത്യമായിരിക്കും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ലോകമക്കൾക്ക് ഇത് ഒരുപക്ഷെ ഇണങ്ങുമായിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇത് ഇണങ്ങുന്ന കാര്യമല്ല, ഇത് യോജിക്കുന്ന കാര്യമല്ല, ഇത് ഒരു കാരണത്താലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പഴയ നിയമകാലം മുതൽ കൂട്ടുകാരനെതിരെ ദോഷം നിരൂപിക്കരുത്, കൂട്ടുകാരനെതിരെ വമ്പ് പറയരുത്, കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനെ ചതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സ്വഭാവത്തിൽ മഹത്വകരമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കർത്താവ് ആരെയും ചതിക്കില്ല. കർത്താവ് ആർക്കെതിരെയും ദോഷം നിരൂപിക്കുന്നവനല്ല. എന്തുകൊണ്ടെന്നാൽ സകല മനുഷ്യന്റെയും നന്മയും തിന്മയും കർത്താവിന് അറിയാം. ദൈവമക്കളെ, നന്മയും തിന്മയും കർത്താവ് അറിയുന്നു. അവൻ ഒരു കാര്യവും അജ്ഞാതമല്ല, എല്ലാം അവൻ അറിയാം. ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളിൽ ഒന്നാണ് കൂട്ടുകാരനെ ചതിക്കരുത്, കൂട്ടുകാരനെ അപായപ്പെടുത്തരുത്, കൂട്ടുകാരന് ദോഷം വരുന്നൊരു കാര്യം പ്രവർത്തിക്കരുത്, കൂട്ടുകാരനെ നശിപ്പിക്കാൻ വേണ്ടി കള്ളസാക്ഷ്യം പറയരുത്, അയൽക്കാരനെതിരെ നമ്മൾ തിന്മപ്രവൃത്തികൾ ചെയ്യരുത്. സ്നേഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അയൽക്കാരനെയും കൂട്ടുകാരനെയും വീഴിക്കാൻ അവസരം കിട്ടുമ്പോൾ നോക്കിയിരുന്ന് വീഴിക്കരുത്. ചതിക്കാൻ അവസരം കിട്ടുമ്പോൾ ചതി പറഞ്ഞു കൊടുത്ത് കെണിയിൽ വീഴിക്കരുത്. കൂട്ടുകാരനെ, അവന്റെ കുടുംബത്തെ തെറ്റായ ലാക്കോടെ മുന്നോട്ട് നയിക്കരുത്, ചതിയിൽപ്പെടുത്തരുത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ധാരാളം ഉദാഹരണങ്ങൾ കയറി വരികയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉദാഹരണങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ സ്നേഹിതന് വേണ്ട മറ്റൊരുത്തന് ദോഷം വരുന്ന ഏതെങ്കിലും പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വന്നു പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മളതിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരന് ദോഷം വരുന്ന പ്രവൃത്തിയിൽ നിന്ന് ചെടുതിയിൽ പിന്മാറുക. അവന് നന്മ വരുന്ന കാര്യത്തിന് നിൽക്കാവൂ. ദോഷൈക നിൽക്കോടെ ആരെ നോക്കിയാലും ഒരു വ്യക്തിയിൽ ദോഷം കണ്ടെത്താൻ കഴിയും. നന്മയുടെ ദൃഷ്ടിയോടെ ഒരാളെ ശ്രദ്ധിച്ചാൽ അവനിൽ നിന്ന് നമുക്ക് ധാരാളം നന്മയെ കണ്ടെത്താൻ കഴിയും. ഏതാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് തിന്മയെ കണ്ടെത്താനാണോ അതോ നന്മയെ കണ്ടെത്താനാണോ? ഒന്ന് ശ്രദ്ധിക്കണമേ, ഒന്ന് ചിന്തിക്കണമേ. ആകയാൽ
നമ്മളുടെ പ്രവൃത്തികൾ മറ്റൊരുത്തിന് ദോഷം വരുത്തുന്നതാകരുത്. കള്ളസാക്ഷ്യം പറയരുത്. എന്നാൽ ഞാനത് ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി കള്ളസാക്ഷ്യം പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവവേലയ്ക്ക് വേണ്ടി കള്ളസാക്ഷ്യം പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? തെറ്റായ സാക്ഷ്യം പറഞ്ഞ് ദൈവനാമത്തെ പുകഴ്ത്താമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ദൈവത്തിന് പ്രസാദകരമല്ല. ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയ പെട്ടകം ദാവീദ് മടക്കിക്കൊണ്ടുവരുമ്പോൾ, കാള വിരണ്ടപ്പോൾ കാളവണ്ടിയിരുന്ന പെട്ടകം താഴെ വീഴാതെ ഉസ ആ വണ്ടിയെ താങ്ങി എന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കം വരാതെയും മഹത്വമുണ്ടാകുവാനുമായി കള്ളസാക്ഷ്യം പറയരുത്. കള്ളസാക്ഷ്യം പറഞ്ഞ് കയ്യടി വാങ്ങരുത്. കള്ളസാക്ഷ്യം പറഞ്ഞ് അനുകമ്പ പിടിച്ചു പറ്റരുത്. കള്ളസാക്ഷ്യം പറഞ്ഞ് പണം തട്ടിയെടുക്കരുത്. കള്ളസാക്ഷ്യം പറഞ്ഞ് ആരുടെയും പോക്കറ്റിലുള്ളത് സ്വന്തമാക്കരുത്. മറ്റുള്ളവർക്ക് നമ്മളോട് ദീനാനുകമ്പ ഉണ്ടാകത്തക്കവണ്ണം വളരെ ശോചനീയമായ അവസ്ഥകൾ പറഞ്ഞ് സംഭാവനകളും പണവും സ്വന്തമാക്കരുത്. കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയരുത്. കണ്ട കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയാൽ കണ്ടില്ല എന്നും പറയരുത്. ഇതിനെല്ലാം വിളിക്കുന്ന പേര് കള്ളസാക്ഷ്യമെന്നാണ്. കൂട്ടായ്മയ്ക്ക് വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞ് കയ്യടി വാങ്ങാൻ നോക്കരുതേ. കയ്യടി വാങ്ങാൻ നോക്കരുത്. ദൈവത്തിന് നമ്മുടെ കള്ളത്തരം പറഞ്ഞ് മഹത്വം കൊടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിശുദ്ധമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. നമ്മളെ ദൈവം അനുവദിച്ചിട്ട് ഒരു സാക്ഷ്യം പറയാൻ, ഒരു മെസ്സേജ് പറയാൻ, ഒരു ശുശ്രൂഷയ്ക്ക്, ഒരു പ്രബോധനത്തിനൊക്കെ അവസരം തരുന്ന സമയത്ത് കയറി നിൽക്കുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് കള്ളത്തരം വിളിച്ചു പറയരുത് എന്ന് ചുരുക്കം. കാപട്യം വിളിച്ചു പറയരുത് എന്ന് ചുരുക്കം. ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്ന് പറയരുത്. ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞു എന്ന് പറയരുത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാത്ത കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയരുത്. ഇങ്ങനെ പറയുന്നതിൻ്റെ എല്ലാം പേര് കള്ളസാക്ഷ്യമെന്നാണ്. സത്യമായി നാം ദൈവത്തെ ഏറ്റു പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ പേരും സ്വർഗത്തിലേറ്റു പറയും. അതുകൊണ്ട് സാക്ഷിയും ജീവിതം സത്യമായിരിക്കണം. മറ്റുള്ളവരെ കുറിച്ചും പറയുന്ന സാക്ഷ്യം സത്യമായിരിക്കണം. തിന്മയുടെ കള്ളസാക്ഷ്യം പറഞ്ഞ് ആരെയും ക്രൂശിൽ കയറ്റരുത് കേട്ടോ. കള്ളസാക്ഷ്യം പറഞ്ഞ് ആരെയും ക്രൂശിലേറ്റരുത്. സത്യം പറഞ്ഞ് അനേകരെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനായിട്ട് നോക്കണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കാരിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള ഒന്നിനെയും മോഹിക്കരുത്. കൂട്ടുകാരനുള്ള ഒന്നിനെയും മോഹിക്കരുത്. നമ്മൾ വിവാഹിതനായിരിക്കെ, നമുക്കൊരു കുടുംബമുണ്ടായിരിക്കെ നമ്മൾ മറ്റൊരുത്തൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ദൈവവചനം അതിന് എതിരായി നിൽക്കുന്നു. ദൈവവചനം അതിന് എതിരായി നിൽക്കുന്നു. ദൈവം അതിനെതിരാണ്. ദൈവത്തിൻ്റെ കൽപ്പന അതിനെതിരാണ്. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയാനുള്ള സമയമാണിത്. ഉപേക്ഷിക്കാനുള്ള സമയമാണിത്.
അനുതപിക്കാനുള്ള സമയമാണിത്. മനസ്സാന്തരപ്പെടാനുള്ള സമയമാണ്. ഈ സന്ദേശം താങ്കളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, കൂട്ടുകാരനുള്ള ഒന്നും മോഹിക്കരുത്. ഞാനത് ഒരു പടി കൂടി കടത്തി പറഞ്ഞാൽ, സഹോദരനുള്ളതും മോഹിക്കരുത്, കൂട്ടുകാരനുള്ളതും മോഹിക്കരുത്, അന്യന്മാർക്കുള്ളതും മോഹിക്കരുത്. മോഹിക്കുന്നത് പാപമാണ്. മോഹം ഗർഭം ധരിച്ചാൽ അടുത്ത സ്റ്റെപ്പ് പാപമാണ്. പാപത്തിൽ വീണാൽ അടുത്ത ചുവട് മരണത്തിലേക്കാണ്, ശാപത്തിലേക്കാണ്, നാശത്തിലേക്കാണ്. ആകയാൽ നമ്മൾ ശാപത്തിന് അധീനരാകരുത്, നമ്മൾ മരണത്തിന് അധീനരാകരുത്. നമ്മൾ ജീവന്റെ തുടിപ്പുള്ളവരാകണം. അതിനായി വിശുദ്ധിയുടെ മാർഗങ്ങളെ തെരഞ്ഞെടുക്കണം. അതിനായി ദൈവകൃപയുടെ വഴികളെ തെരഞ്ഞെടുക്കണം. അതിനായി ദൈവസ്നേഹത്തിൻ്റെ മാർഗങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം? എങ്ങനെ പോകുന്നു? മോഹം നമ്മിൽ ജനിപ്പിക്കുന്നത് അസൂയയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. അതിനപ്പുറത്ത് വേറെയും ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൽ ഒരു ലൈൻ ചെറുതാകണം. നമ്മുടെ ആഗ്രഹമാണ് ഒരു ലൈൻ ചെറുതാക്കണം. അതിന് എന്താണ് മാർഗം? 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു ലൈൻ കട്ട് ചെയ്ത് കളയണം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ലൈൻ വളർത്തണം. അല്ലെങ്കിൽ അതിന് 10 എന്നുള്ളത് 10.5-ലേക്കോ 11-ലേക്കോ നീട്ടണം. അപ്പോൾ മറ്റേ ലൈൻ ചെറുതാകും. നമ്മൾക്കേതാണ് ഇഷ്ടം? സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ബോർഡിൽ ലൈൻ വരിച്ച് മക്കളോട് ചോദിക്കും, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ചോദിക്കും. അവർ 2 അഭിപ്രായം പറയും. ചിലർ പറയും കട്ട് ചെയ്യുന്നതാണ് നല്ലത്, കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. വേറെ ചിലർ ബുദ്ധിയോടെ പറയും മറ്റേ ലൈൻ അല്പം കൂടി നീട്ടുന്നതാണ്. ഒരു ദൈവ പൈതലിന് ചേരുന്നത് കട്ട് ചെയ്യുന്നതല്ല, ഒന്ന് ദൈർഘ്യം കൊടുക്കുന്നതാണ്, ഒന്നിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതാണ്. മോഹം ജനിച്ചാൽ മറ്റൊന്നിനെ കട്ട് ചെയ്യാനുള്ള ദാഹം ജനിക്കും. അവിടെ നിന്നാണ് കൊലപാതകം, അവിടെ നിന്നാണ് അസൂയ, അവിടെ നിന്നാണ് പിണക്കം, അവിടെ നിന്നാണ് ശാഠ്യം, അവിടെ നിന്നാണ് വെറുപ്പ്, അവിടെ നിന്നാണ് അശാന്തി. ഇങ്ങനെ അതിൻ്റെ ബ്രാഞ്ചസ് ധാരാളമാണ്. സ്നേഹം മരിക്കും, സത്യം മരിക്കും, നീതി മരിക്കും, തിന്മ ജയിക്കും. എന്നാൽ വചനം പറയുന്നു, അരുത്. അന്യനുള്ളത്, സഹോദരനുള്ളത്, കൂട്ടുകാരനുള്ളത് മോഹിക്കരുത്. എത്രയോ ഭവനങ്ങളിലാണ് സ്ഥലത്തിൻ്റെ പാർട്ടീഷൻ നടക്കുമ്പോൾ, ഭാഗോടമ്പടി നടക്കുമ്പോൾ വഴക്ക്. ആ ദിവസം വരെ ഒരുമിച്ച് നടന്ന സഹോദരങ്ങൾ തമ്മിൽ 2 ആകും. ഒരുമിച്ച് നടന്ന സഹോദരികൾ തമ്മിൽ വിരുദ്ധ ചേരിയിലാകും. എന്തു പറ്റി? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. മോഹം നിമിത്തം അസൂയയും വെറുപ്പും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. സ്നേഹം എവിടെ പോയി? 2 പേരും തമ്മിലുള്ള സ്നേഹം എവിടെ നഷ്ടപ്പെട്ടു? എവിടെയോ അത് കൈമോശം വന്നു. ഈ വചനം കേൾക്കുന്ന താങ്കൾക്ക് ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ? ആരോടെങ്കിലും വഴക്ക് സൂക്ഷിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ഭിന്നത സൂക്ഷിക്കുന്നുണ്ടോ?
ആരോടെങ്കിലും വൈരാഗ്യം സൂക്ഷിക്കുന്നുണ്ടോ? പ്രതികാര ദാഹം സൂക്ഷിക്കുന്നുണ്ടോ? തെറ്റിപ്പോയി. അരുത്. അങ്ങനെ ചെയ്യാതെ, അങ്ങനെ ചെയ്യരുത്. നമുക്ക് ജയജീവിതം വേണമെന്ന് ഓർക്കണം. കൂട്ടുകാരനെയോ അവൻ്റെ ഭാര്യയെയോ അവനുള്ള ഒന്നും മോഹിക്കരുത്. ഇവിടെ പ്രത്യേകം പറയുകയാണ്. കർത്താവ് അതിനെ തിരുത്തിയിട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. എങ്ങനെയുണ്ട്? ഇതാണ് വചനം. അതിന് പകരം കൂട്ടുകാരനെ ദുഷിക്കുന്നു, കൂട്ടുകാരൻ്റെ ഭവനത്തെ കൊള്ളയിടുന്നു, കൂട്ടുകാരനെ ചതിക്കുന്നു, കൂട്ടുകാരൻ്റെ പണം തട്ടിയെടുക്കാൻ നോക്കുന്നു, സ്വന്തം സഹോദരനെ വഞ്ചിക്കുന്നു, സഹോദരൻ്റെ വസ്തുവക എങ്ങനെ സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നു, സഹോദരന് കൊടുക്കേണ്ട സൗകര്യങ്ങളെ നമ്മൾ വെട്ടിമാറ്റുന്നു, സഹോദരൻ ഉപയോഗിക്കുന്ന വഴി അടുത്ത സഹോദരൻ ബന്ധിക്കുന്നു, സഹോദരന്റെ വളർച്ചയിൽ മറ്റൊരു സഹോദരന് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പള്ളിയിൽ വഴിപാടും കൂട്ടായ്മയിൽ ദാനധർമ്മങ്ങളും സാധുക്കൾക്ക് ധാരാളം ചാരിറ്റിയും പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും കയറിയിറങ്ങി നടന്ന പുണ്യപ്പെട്ടവനായിട്ട് എന്ത് കാര്യം? ദൈവം അങ്ങനെയുള്ളവരെ അറിയുന്നതേയില്ല. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. 9ഉം 10ഉം കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഈ കൽപ്പന അനുസരിക്കണം. കൂട്ടുകാരൻ തമ്മിലുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും നിമിത്തം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടാകും. യൗസേപ്പിന് പൊത്തിഫറിന്റെ ഭവനത്തിൽ കൊടുത്തതുപോലെ ധാരാളം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം പാപത്തിന് മറയാക്കരുത്. സ്വാതന്ത്ര്യം ഒരിക്കലും പാപത്തിന് മറയാക്കരുത്. കള്ളസാക്ഷ്യം പറയരുത് സുഹൃത്തെ, കള്ളസാക്ഷ്യം പറയരുത്. കൂട്ടുകാരനുള്ളതിനെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ജീവിതം ധന്യമാക്കാൻ കർത്താവിനോട് കൂടെ വർത്തിക്കണം. ഒരു കൊച്ചു ജീവിതമല്ലേ നമ്മൾക്കുള്ളൂ. നമ്മൾ എന്തെല്ലാം മോഹിച്ച് സ്വന്തമാക്കിയാലും പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഒരു നാളിൽ നമ്മൾ ഈ കൂടാരം വിട്ടു പോയേ പറ്റൂ. നമ്മൾ പോകേണ്ടി വരും. ഈ കൂടാരം വിട്ടു പോകുന്ന നാളിൽ ലജ്ജിക്കാൻ സംഗതിയില്ലാത്തൊരു ഭൃത്യനായിരിക്കേണ്ടതിന് എല്ലാവരോടും സ്നേഹമാചരിപ്പാൻ, എല്ലാറ്റിൻ്റെ മേലും സഹിഷ്ണുതയാചരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ നിർബന്ധിക്കുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. ജീവിതം തിരുത്തപ്പെടാൻ അങ്ങ് ഈ പ്രിയ മക്കളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ. സഹോദരനോ സഹോദരൻ്റെ ഭവനത്തിനോ സഹോദരൻ്റെ അവകാശത്തിനോ സഹോദരനുള്ളതിലോ ദൃഷ്ടിവെച്ച അസൂയയും വെറുപ്പും മോഹവും ധാർഷ്ട്യവുമായി നടക്കാതെ രമ്യതയോടെ സ്നേഹത്തോടെ വർത്തിക്കാൻ സഹായിക്കണമേ. കൂട്ടുകാരനെതിരെ ദൈവഹിതമല്ലാത്ത സാക്ഷ്യങ്ങൾ പറയാൻ ഇടവരരുതേ. ദൂഷണം പറയാതെ ജീവിപ്പാൻ സഹായിക്കണം. ഞാനായിട്ട് എൻ്റെ കൂട്ടുകാരനോ എൻ്റെ വീട്ടുകാർക്കോ ഒരു ദോഷവും ഞാൻ വരുത്തില്ല എന്ന് ഈ വചനത്തിൻ്റെ മുൻപിലിരുന്ന് തീരുമാനിക്കൂ. തീരുമാനങ്ങൾ എടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കൊച്ചുദാസൻ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.